മുട്ട ബജി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. വളരെ ടേസ്റ്റോട് കൂടിയും എളുപ്പത്തിലും നമുക്കൊരു മുട്ട ബജി തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഗോതമ്പ് മാവും കടലമാവും അതേപോലെ ലേശം കോൺഫ്ലവറും കൂടി ചേർത്താണ് ഈ ബജി തയ്യാറാക്കുന്നത്. അതിനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂണോളം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. വെള്ളം കുറേശ്ശായി ചേർത്തിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. മാവ് ഇതേ രൂപത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കുക ഇതിലേക്ക്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ചമ്മന്തി അരക്കണ പോലെ ഒന്ന് അരച്ചെടുക്കണം. ബജിയിലേക്ക് ആവശ്യമായ നാളികേരം മാത്രം മതി. ഞാൻ കൂടുതലായി എടുത്തതാണ്. ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ. കോഴിമുട്ട ബജി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കൽ. ബജി തയ്യാറാക്കാനുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ബജി തയ്യാറാക്കാൻ വേണ്ടി 4 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മഞ്ഞക്കരു നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. കോഴിമുട്ടയുടെ മഞ്ഞ കഴിച്ചിട്ട് പ്രശ്നമുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പം ഞാൻ കൂടുതലായിട്ടും ഇതേ രീതിയിലാണ് ബജി തയ്യാറാക്കൽ. ഇനി നമുക്ക് കോഴിമുട്ടയുടെ മഞ്ഞുള്ള ഭാഗത്ത് ഈ ചമ്മന്തി നിറച്ച് കൊടുക്കാം. കോഴിമുട്ട ബജി നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ചൂടായാൽ നമുക്ക് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കൽ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിമുട്ടയുടെ മീതെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കും. നമ്മൾ എന്ത് വെച്ചിട്ടാണ് കോഴിമുട്ട ബജി തയ്യാറാക്കുന്നെങ്കിൽ ഇതിൻ്റെ വെള്ളയുടെ മീതെ നമ്മൾ എന്തായാലും ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ കൈമേൽക്ക് പൊട്ടിത്തെറിക്കില്ല. അല്ലെങ്കിൽ എണ്ണയിൽ കിടന്ന എന്തായാലും ഇത് ചൂടായാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ കൈകൾക്കൊക്കെ എന്തായാലും എണ്ണ തെറിക്കാതിരിക്കില്ല. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ട് ഹോൾസുകൾ ഇട്ട് കൊടുക്കണം. ഒരു ഹോള് മാത്രം ഇട്ട് കൊടുത്താൽ പറ്റില്ല കേട്ടോ, കുറച്ച് ഹോൾസുകൾ തന്നെ ഇട്ട് കൊടുക്കണം. ബജി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട നമുക്ക് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇതേ രൂപത്തിലാണ് നമ്മൾ കോഴിമുട്ട മീതെ ഹോൾസുകൾ ഇട്ട് കൊടുക്കേണ്ടത്. കത്തി കൊണ്ട് എന്തായാലും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോഴിമുട്ടയുടെ ഉള്ളിൽ ഈ ഫില്ലിങ് വെക്കുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ അതേപോലെ നമ്മൾക്ക് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നിറച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എണ്ണയിൽ നിന്ന് നമ്മളെ മേൽക്ക് പൊട്ടിത്തെറിക്കുന്നത് ഒഴിവായി കിട്ടും. കോഴിമുട്ടയ്ക്ക് ഹോൾസുകളൊക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞു. ഇനി ഈ കോഴിമുട്ട നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിമുട്ട ബജി തയ്യാറാക്കുന്നത് മൈദയിലാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടെ നന്നായി കിട്ടും. അപ്പോൾ കോഴിമുട്ട ബജി തയ്യാറാക്കുമ്പോൾ മൈദ ഇഷ്ടമില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്.
കോഴിമുട്ട ബജി തയ്യാറാക്കൽ കഴിഞ്ഞു. ഈ ബജി തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.